സൂപ്പർ കൺമണി സീരിയലിലെ ലേറ്റസ്റ്റ് പ്രമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൺമണിയുടെയും കൃഷിൻ്റെയും സഹായത്തിനായിട്ട് പൊന്നൻമേട്ടിൽ ആ രണ്ട് പേര് എത്തുന്നുണ്ട്. വാസുകിയും വാസുകിയുടെ കൂടെയുള്ള ആളും. അവർ അവരുടെ ജീവിതം തന്നെ തിരിച്ചു കൊടുത്തതിന് അത്രമേൽ കടപ്പെട്ടവരാണ്. അവരുടെ ജീവൻ പോലും കൺമണിക്കും കൃഷിനും വേണ്ടിയിട്ട് കൊടുക്കാനായിട്ട് അവർ തയ്യാറാണ്. ഇനി കൺമണിയുടെയും കൃഷിൻ്റെയും ശത്രുക്കൾക്ക് ഇവരെ കൂടി നേരിടേണ്ടി വരും എന്നുള്ള കാര്യം ഉറപ്പാണ്. കാരണം അവരെ അത്ര പെട്ടെന്നൊന്നും ശത്രുക്കൾക്ക് തോൽപ്പിക്കാൻ കഴിയില്ല. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്തും ചെയ്യാനായിട്ട് കൃഷ്ണനും കൺമണിക്കും മടിയൊന്നുമില്ല. വരുണാണെങ്കിൽ ഇങ്ങനെ രണ്ട് ഫ്രണ്ട്സ് കൺമണിക്കും കൃഷ്ണനും ഉണ്ടാകുമെന്നോ അവർ തിരിച്ചടിക്കുമെന്നോ സ്വപ്നത്തിൽ പോലും കരുതുന്നില്ലല്ലോ. ഇനി മാനസികമുള്ളതും കൂടി അവർ മാറ്റി വെച്ചിട്ടുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അടികൊണ്ട് അവശനായി വരുണിനെ എടുത്തവർ നേരെ പോലീസ് സ്റ്റേഷനിൽ എത്തുകയാണ്. വരുണിനെ കണ്ട SI അനിരുദ്ധൻ ഞെട്ടുന്നുണ്ട്. എന്തിനാണ് ഇയാളെ തല്ലിയത് എന്നൊക്കെ വാസിയുടെ അനുചരനോട് ചൂടായിട്ട് ചോദിക്കുന്ന അനിരുദ്ധനോട് എന്നെ ഇയാൾ കൊല്ലാൻ വന്നെന്നും അതുകൊണ്ട് ഇയാളെ വെറുതെ വിടാൻ പറ്റുമെന്നും ഞാൻ ഇവനുള്ളതങ്ങ് കൊടുത്തു എന്നിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോന്നു എന്നെല്ലാം പറയാണ്. പിന്നീട് മാനസയെ തേടി വാസുകി എത്തുന്നുണ്ട്. ഇരുട്ടത്ത് അനങ്ങാതെ നിൽക്കുന്ന വാസുകിയെ മാനസ കാണുന്നില്ല. വണ്ടി എടുക്കുന്ന സമയത്ത് വാസുകി മാനസയെ തേടി എത്തുമെന്നും മാനസ സൂക്ഷിക്കണമെന്നും അനിരുദ്ധ പറയുന്നുണ്ട്. അനിരുദ്ധിനോട് വരുൺ ഇത് കൺമണിയെ കുരിക്കുന്നതിന് കണക്ക് ചോദിക്കാനായിട്ട് പൊന്നൻമേട്ടിൽ നിന്ന് കൺമണിയുടെ ഫ്രണ്ട്സ് എത്തിയതാണെന്നും മറ്റും വരുൺ പറഞ്ഞിരിക്കാനാണ് സാധ്യത. അതാണ് അനിരുദ്ധ് വിളിച്ചു പറയുന്നത്. അങ്ങനെ വാസുകി മാനസക്കിട്ടും നല്ലത് കൊടുക്കുന്നുണ്ട്. പിന്നീട് കൃഷ്ണനോട് കൃപ പറയുന്നുണ്ട്, ഏട്ടൻ ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാനുണ്ട് ഏട്ടൻ്റെ കൂടെ. നിങ്ങളെ അകറ്റാൻ മാനസ എന്നല്ല ആര് വിചാരിച്ചാലും നടക്കില്ല. ഏട്ടൻ നോക്കിക്കോ, കൺമണി നാളെ തന്നെ ജയിലിൽ നിന്നിറങ്ങും, വൈകാതെ നിങ്ങളുടെ കല്യാണവും നടക്കുമെന്നൊക്കെ പറയുമ്പോൾ സന്തോഷമാവുന്നുണ്ട് കേട്ടോ കൃഷ്ണന്. പിന്നീട് വേറൊരു കാര്യം കൂടി അവിടെ സംഭവിക്കുന്നുണ്ട്. അതായത് സുരക്ഷിതനാണ് താൻ അനിരുദ്ധിൻ്റെ അടുത്ത് എന്ന് വിചാരിക്കുന്ന വരുണിനെ വീണ്ടും ആൾ വന്നെത്തുകയാണ്. വേറെ ആരുമല്ല വാസുകി. വാസുകി പെണ്ണാണെങ്കിലും ഒരാണിൻ്റെ തൻ്റെ ഇടവും ശക്തിയും ഒക്കെ ഉണ്ടല്ലോ. അങ്ങനെ അധികം പോലീസുകാരില്ലാത്ത ഒരു സമയം നോക്കി വാസുകി പോലീസ് സ്റ്റേഷനിൽ കയറുന്നുണ്ട്. എന്നിട്ട് വരുണിനെ പഞ്ഞിക്കിടാണ്. മുൻപ് കിട്ടിയതിനേക്കാൾ കൂടുതൽ കിട്ടുമ്പോൾ വരുൺ വലിയ വായിൽ കിടന്ന് നിലവിളിക്കുകയും ചെയ്യുന്നുണ്ട്. വാസുകിയുടെ കൂടെ കൺമണിയെ കൂടെ ഉണ്ടോ എന്നൊരു സംശയമുണ്ട് കേട്ടോ. എന്തായാലും നല്ല രസകരമായിട്ടുള്ള സംഭവങ്ങൾ കൂടിയാണ് കേട്ടോ കൺമണിയുടെ ജീവിതം കടന്നു പോകുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്